26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാനത്തെ 2 ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ. വയനാട്, കോഴിക്കോട് ജില്ലകൾ റെഡ് അലർട്ടും 3 ജില്ലകൾ ഓറഞ്ച് അലർട്ടും 4 ജില്ലകൾ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുന്നു. രാജ്യമൊട്ടാകെ കനത്ത ജാഗ്രത. കേരളം നടുങ്ങി. ഇനി പെരുമഴ. സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ വരുന്നുവെന്ന റിപ്പോർട്ടുകൾ. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ട് വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് അടുത്ത 6 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലും കാറ്റുമുണ്ടാകും. അതേസമയം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് IMD പറയുന്നു. അടുത്ത 3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വടക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും എത്താൻ സാധ്യതയുണ്ട്. ആയതിനാൽ ജൂലൈ 7-നും 12-നും ഇടയിൽ ഉത്തരേന്ത്യയിൽ കനത്ത മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഈ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകും. കൂടാതെ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വയനാട് ജില്ലയിൽ അതിതീവ്ര മഴയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 8:30 വരെയുള്ള മഴക്കണക്കുകൾ പ്രകാരം മേപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ 226 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. തുടർച്ചയായ മഴയെ തുടർന്ന് ജില്ലയിലെ വിവിധ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുണ്ട്. അതേസമയം വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലെ മീനാക്ഷി പാലത്തിന് സമീപമാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത്. പാലത്തിന് സമീപമുള്ള കുന്ന് വലിയ തോതിൽ ഇടിഞ്ഞു വീണു. വാഹനങ്ങളും മണ്ണിനടിയിലുള്ളതായി സംശയിക്കുന്നുണ്ട്. എത്ര പേർ മണ്ണിനടിയിൽ പെട്ടെന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.